പെൺകുട്ടികൾ ബലാത്സംഗത്തിന് ഇരകളായി കൊല ചെയ്യപ്പെടുമ്പോൾ എല്ലാ അച്ഛന്മാരും ശങ്കരനാരായണന്മാരാകണമെന്ന് ചിലർ പറയും. നിയമം തോൽക്കുന്നിടത്ത് ഇതുപോലുള്ള അച്ഛൻ ജയിക്കാറുണ്ട്. എന്നാൽ നീതിയും നിയമവും നടപ്പാക്കേണ്ടത് കോടതിയാണ് എന്ന കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ. കണ്ണൂരിൽ 16-കാരിയെ പീഡിപ്പിച്ച മദ്രസാധ്യാപകന് കോടതി വിധിച്ച ശിക്ഷ അങ്ങേയറ്റം മാതൃകാപരമാണ്. ആലക്കോട് സ്വദേശി മുഹമ്മദ് റാഫിക്ക് തളിപ്പറമ്പ് പോക്സോ അതിവേഗ കോടതിയാണ് 187 വർഷം തടവ് ശിക്ഷ വിധിച്ചത്. സ്വർണ്ണമോതിരം സമ്മാനമായി നൽകിയും പുറത്തു പറഞ്ഞാൽ ശപിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയും പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നു. ഇതിനു മുൻപ് മറ്റൊരു പോക്സോ കേസിൽ 26 വർഷം ശിക്ഷിക്കപ്പെട്ട വ്യക്തിയാണ് ജാമ്യത്തിൽ പുറത്തിറങ്ങി വീണ്ടും അതിക്രമം കാട്ടിയത്. ലോക്ക്ഡൌൺ കാലത്താണ് കണ്ണൂർ പഴയങ്ങാടി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ 16-കാരിയെ മുഹമ്മദ് റാഫി പീഡിപ്പിച്ചത്. പ്രദേശത്തെ മദ്രസ അധ്യാപകനായ ഇയാൾ സ്വർണ്ണമോതിരം സമ്മാനമായി നൽകി വശീകരിച്ചാണ് പല തവണകളിലായി കുട്ടിയെ പീഡിപ്പിച്ചതെന്നാണ് കേസ്. വിവരം പുറത്തു പറഞ്ഞാൽ ശപിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്ന് പഴയങ്ങാടി SI ആയിരുന്ന രൂപ മധുസൂദനനാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. തുടർന്ന് CI TN സന്തോഷ് കുമാർ അടങ്ങുന്ന സംഘം അന്വേഷണം നടത്തി പ്രതിയെ അറസ്റ്റ് ചെയ്ത് കുറ്റപത്രം സമർപ്പിച്ചു. സമാന കേസിൽ പ്രതി നേരത്തെയും ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് എന്നതുകൂടി കണക്കിലെടുത്താണ് 187 വർഷത്തെ ശിക്ഷ കോടതി വിധിച്ചത്. 9,10,000 രൂപ പിഴയും അടയ്ക്കണം. മുൻപ് 11-കാരിയെ പീഡിപ്പിച്ചതിന് വളപട്ടണം പോലീസ് സ്റ്റേഷനിലും ഇയാൾക്കെതിരെ കേസുണ്ടായിരുന്നു. ഈ കേസിൽ 26 വർഷം ശിക്ഷിക്കപ്പെട്ട റാഫി ശിക്ഷാ കാലയളവിനിടെ ജാമ്യത്തിൽ ഇറങ്ങിയപ്പോഴാണ് 16-കാരിയെ പീഡിപ്പിച്ചത്. തളിപ്പറമ്പ് അതിവേഗ പോക്സോ കോടതി ജഡ്ജി R രാജേഷാണ് ശിക്ഷ വിധിച്ചത്. പ്രോസിക്യൂഷന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ഷെറിമോൾ ജോസ് ഹാജരായി. ന്യൂസ് 18 കണ്ണൂർ. നിയമം എത്ര ശക്തമാണെന്ന് പറയുമ്പോഴും സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ ഓരോ ദിവസവും വർദ്ധിക്കുകയാണ്. കാസർഗോഡ് ബേടകത്ത് യുവതിയെ തീ കൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവം ഏറെ ആശങ്കയോടെയാണ് കാണേണ്ടത്. മണ്ണടുക്കിയിൽ പലചരക്ക് കട നടത്തുന്ന രമിതയെ ഗുരുതരമായി പൊള്ളലേറ്റ് മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് ഫർണിച്ചർ കട നടത്തുന്ന ചിന്നവട്ടണം സ്വദേശി രാമാമൃതത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. രാമാമൃതം മദ്യപിച്ച് കടയിൽ വന്ന് പ്രശ്നമുണ്ടാക്കുന്നത് സംബന്ധിച്ച് രമിത കെട്ടിട ഉടമസ്ഥനോട് പരാതി പറഞ്ഞിരുന്നു. ഇതേ തുടർന്നുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്ന് പോലീസ് പറയുന്നു. ബേടകം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മുന്നാട് മണ്ണൊടുക്കയിലാണ് സംഭവം. രമിതയുടെ പലചരക്ക് കടയിലെത്തിയ തമിഴ്നാട് ചിന്നപട്ടണം സ്വദേശി രാമാമൃതം തിന്നറോടിച്ച് തീ കൊളുത്തുകയായിരുന്നു. ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. രമിതയ്ക്ക് 50% പൊള്ളലേറ്റിട്ടുണ്ട്. ഇവർ മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. രാമാമൃതം മദ്യപിച്ച് കടയിൽ വന്ന് പ്രശ്നമുണ്ടാക്കുന്നത് സംബന്ധിച്ച് രമിത കെട്ടിട ഉടമസ്ഥനോട് പരാതി പറഞ്ഞിരുന്നു. ഇതിനെ തുടർന്ന് കട ഒഴിയാൻ നിർദ്ദേശിച്ചതിലെ വിരോധമാണ് ആക്രമിക്കാൻ കാരണമെന്ന് പോലീസ് പറഞ്ഞു. 1 വർഷമായി പ്രതി ഇവിടെ സ്ഥാപനം നടത്തി വരികയായിരുന്നു. കട ഒഴിഞ്ഞ് സാധനവുമായി പോകുന്നതിനിടെയാണ് തീ കൊളുത്തിയത്. ന്യൂസ് 18 കാസർഗോഡ്. ജയിലിലെ നല്ല നടപ്പ് പരിഗണിച്ച് ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട പ്രതികൾക്ക് ചിലപ്പോൾ ശിക്ഷ ഇളവ് നൽകാറുണ്ട്. ഈ നല്ല നടപ്പെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? ഭാസ്കര കാരണവർ വധക്കേസിലെ പ്രതി ഷെറിനെ മോചിപ്പിക്കുന്ന കാര്യത്തിൽ സർക്കാരിന് എന്തായിരുന്നു ഉത്സാഹം? ഒരു ഉന്നതന്റെ ഇടപെടലിൽ ശിക്ഷ ഇളവ് നൽകാനുള്ള നീക്കം വിവാദമായതോടെ ഷെറിന് പരോൾ അനുവദിച്ചിരിക്കുകയാണ് സർക്കാർ. ശിക്ഷ ഇളവിന് പിന്നാലെ ഉന്നത സ്വാധീനം പോലെ തന്നെ സർക്കാരിലെ ഉന്നതതല ഇടപെടലിലൂടെയാണ് പരോളും അനുവദിച്ചിരിക്കുന്നത്.
ഏപ്രിൽ 5 മുതൽ 15 ദിവസത്തേക്കാണ് പരോൾ. 3 ദിവസം യാത്രയ്ക്കും അനുമതിയുണ്ട്. കണ്ണൂർ വനിതാ ജയിലിൽ കഴിയുന്ന ഷെറിന് ഏപ്രിൽ 5 മുതൽ 15 ദിവസത്തേക്കാണ് പരോൾ അനുവദിച്ചത്. 3 ദിവസം യാത്രയ്ക്കും അനുമതിയുണ്ട്. ഇത് സ്വാഭാവിക പരോളെന്നാണ് ജയിൽ വകുപ്പിന്റെ വിശദീകരണം. 14 വർഷത്തെ ശിക്ഷാ കാലയളവിനുള്ളിൽ 500 ദിവസം ഷെറിന് പരോൾ ലഭിച്ചു. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിന്ന കാലത്ത് പരോൾ അനുവദിക്കാൻ നിരോധനമുണ്ടെങ്കിലും ഷെറിന് ആദ്യ 30 ദിവസവും പിന്നീട് ദീർഘിപ്പിച്ച് 30 ദിവസം കൂടിയും പരോൾ നൽകിയിരുന്നു. കാമുകനൊപ്പം ജീവിക്കാനായി ഭർത്തൃപിതാവായ ചെങ്ങന്നൂർ സ്വദേശി ഭാസ്കരക്കാരനവരെ വധിച്ചതിന് 2010 ഷെറിന് ജീവപര്യന്തം ശിക്ഷ ലഭിച്ചത്. കാമുകൻ ബാസിത്ത് അലിക്കും സമാന ശിക്ഷ ലഭിച്ചിരുന്നു. ജയിലിലെ നല്ല നടപ്പ് കണക്കിലെടുത്ത് ഇയാളെ തുറന്ന ജയിലിലാണ് പാർപ്പിച്ചിരിക്കുന്നത്. ഷെറിന് ശിക്ഷാ ഇളവ് നൽകി വിട്ടയക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചിരുന്നു. അതിനു പിന്നിൽ ഒരു മന്ത്രിയുടെ സ്വാധീനമെന്ന ആരോപണം ഉയരുകയും വലിയ വിവാദങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തു. ജയിലിലെ നല്ല നടപ്പ് പരിഗണിച്ചാണ് ശിക്ഷാ ഇളവ് ശുപാർശ എന്നായിരുന്നു ജയിൽ ഉപദേശക സമിതിയുടെ വിശദീകരണം. എന്നാൽ ശിക്ഷ ഇളവ് ചെയ്യാനുള്ള മന്ത്രിസഭായോഗ തീരുമാനം വന്നതിന് പിന്നാലെ കണ്ണൂർ ജയിലിലെ സഹതടവുകാരിയെ മർദ്ദിച്ച കേസിൽ ഷെറിൻ പ്രതിയായി. ഇതോടെ ശിക്ഷാ ഇളവിലെ തീരുമാനം സർക്കാർ മരവിപ്പിച്ചു. ഇതിനു പിന്നാലെയാണ് പരോൾ. ന്യൂസ് 18 തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് IB ഉദ്യോഗസ്ഥ ആത്മഹത്യ ചെയ്ത കേസിൽ പ്രതി സുഗാന്തിന് ഒളിവിൽ പോകാൻ അവസരമൊരുക്കിയത് ആരാണ്? പോലീസിന്റെ അലംഭാവമാണ് 2 ആഴ്ച കഴിഞ്ഞിട്ടും പ്രതിയെ പിടികൂടാനാകാത്തതെന്നാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട്. യുവതിയുടെ പിതാവ് തെളിവുകൾ നൽകിയിട്ടും പ്രതിയെ രക്ഷിക്കാൻ ഒത്തുകളിച്ചെന്ന ആരോപണവും ഉയരുന്നു. അതിനിടെ കേസിലെ പ്രതിയായ സുഗാന്തിനെതിരെ വകുപ്പ് തല അച്ചടക്ക നടപടി ഉടൻ ഉണ്ടാകുമെന്നും സൂചനയുണ്ട്. സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതിനു ശേഷം വിശദമായ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാകും തുടർ നടപടികൾ. അതേസമയം സുഗാന്തിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി ഈ മാസം 15 വിധി പറയും. യുവ IB ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്തെ ഫോറിനേഴ്സ് റീജിയണൽ രജിസ്ട്രേഷൻ ഓഫീസ് മേധാവി അരവിന്ദ് മേനോൻ IPS നടത്തുന്ന ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ട് IB ജോയിന്റ് ഡയറക്ടർക്ക് കൈമാറുന്നതിന് പിന്നാലെ സുഗാന്ത് സുരേഷിനെതിരായ അച്ചടക്ക നടപടി ഉണ്ടായേക്കുമെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. പ്രാഥമിക അന്വേഷണത്തിലെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാനാണ് സാധ്യത. സമഗ്ര അന്വേഷണത്തിന് ശേഷമാകും തുടർ നടപടികളെന്നാണ് സൂചന. സുഗാന്ത് ജോലി ചെയ്തിരുന്ന കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിന്റെ ചുമതലയുള്ള FRRO കൃഷ്ണരാജ് IPSഉം ആരോപണങ്ങൾ സംബന്ധിച്ച് അന്വേഷണം നടത്തുന്നുണ്ട്. ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ട് ഇന്റലിജൻസ് ബ്യൂറോയുടെ ഡൽഹി ആസ്ഥാനത്തേക്ക് കൈമാറിയതിനു ശേഷം സുഗാന്തിനെതിരായ നടപടി സംബന്ധിച്ച ഓർഡർ ജോയിന്റ് ഡയറക്ടർ പുറത്തിറക്കും. ഒളിവിൽ കഴിയുന്ന സുഗാന്തിന് വേണ്ടി IBയും അന്വേഷണം തുടരുകയാണെന്നാണ് വിവരം. 24-കാരിയുടെ ആത്മഹത്യയിൽ ആരോപണ വിധേയനായ സുഗാന്ത് സുരേഷ് IBയുടെ സൽപ്പേരിന് കളങ്കം ചാർത്തിയെന്ന അമർഷത്തിലാണ് ഉന്നത ഉദ്യോഗസ്ഥർ. തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യൻ, ന്യൂസ് 18. കോയമ്പത്തൂരിൽ വ്യാപാരികളായ 2 മലയാളികളുടെ ദുരൂഹ മരണം. കോഴിക്കോട് സ്വദേശി ജയരാജിന്റെ മൃതദേഹം കഴുത്തറത്ത നിലയിലാണ് കാണപ്പെട്ടത്. ഇയാളുടെ സുഹൃത്ത് മഹേഷ് ആത്മഹത്യ ചെയ്ത നിലയിലായിരുന്നു. കോയമ്പത്തൂരിൽ വർഷങ്ങളായി ബേക്കറി നടത്തുന്ന ഉറ്റ സുഹൃത്തുക്കളായിരുന്ന ഇവർക്ക് എന്താണ് സംഭവിച്ചത്? ജയരാജിനെ കൊലപ്പെടുത്തി മഹേഷ് ജീവനൊടുക്കിയതാകാമെന്നാണ് നിഗമനം. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. കോയമ്പത്തൂർ വിശ്വനാഥപുരത്തെ വീട്ടിലാണ് കോഴിക്കോട് സ്വദേശികളായ 51-കാരൻ ജയരാജിനെയും 48 വയസ്സുള്ള മഹേഷിനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മഹേഷിന്റെ മൃതദേഹം കഴുത്തറുത്ത നിലയിലും ജയരാജ് തൂങ്ങി മരിച്ച നിലയിലുമായിരുന്നു. കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ റോഡിന് സമീപം തുടിയല്ലൂരിലാണ് ഇരുവരും ബേക്കറി നടത്തിയിരുന്നത്. കഴിഞ്ഞ ദിവസം ബേക്കറി തുറക്കാതെ വന്നതോടെ
പ്രദേശവാസികൾ വിശ്വനാഥപുരത്തെ വീട്ടിൽ അന്വേഷിച്ചെത്തി. അപ്പോഴാണ് ഇരുവരെയും വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മഹേഷും ജയരാജും അവിവാഹിതരാണ്. മൃതദേഹങ്ങൾ കോയമ്പത്തൂർ മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. സംഭവത്തിൽ തുടിയല്ലൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. മഹേഷിനെ കൊന്നിട്ട് ജയരാജ് ആത്മഹത്യ ചെയ്താകാമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഒരുമിച്ച് ആത്മഹത്യ ചെയ്താകാനുള്ള സാധ്യതയും പൂർണ്ണമായി തള്ളിക്കളഞ്ഞിട്ടില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയാലേ ഇക്കാര്യത്തിൽ വ്യക്തത വരൂ എന്ന് പോലീസ് പറഞ്ഞു. ഇവരുടെ സാമ്പത്തിക ഇടപാടുകളടക്കം പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ന്യൂസ് 18 കോയമ്പത്തൂർ. ലഹരിക്ക് അടിമപ്പെട്ടവർ ലഹരി ഉപയോഗത്തിന് പണം കണ്ടെത്താനായി എന്തു വഴിയും സ്വീകരിക്കും. സ്വന്തം കുടുംബാംഗങ്ങളെ വകവരുത്താൻ പോലും ഇവർക്ക് മടിയില്ല. കൊല്ലം പരവൂരിൽ മകനെ മദ്യലഹരിയിലാണ് പിതാവ് വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. മദ്യപിക്കാൻ പണം നൽകാത്തതിലുള്ള വിരോധത്താലാണ് മകൻ അഭിലാഷിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. സംഭവത്തിൽ പിടിയിലായ 49-കാരൻ രാജേഷിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. മദ്യലഹരിയിൽ ഇയാൾ വീട്ടിൽ പതിവായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുമായിരുന്നുവെന്നാണ് പരാതി. പുലർച്ചെ 2 മണിയോടെയാണ് സംഭവം. സുനി എന്ന് വിളിക്കുന്ന 49-കാരനായ രാജേഷാണ് ആക്രമണം നടത്തിയത്. ഇയാളുടെ മകൻ 18-കാരനായ അഭിലാഷിനെ ഉറങ്ങിക്കിടന്നപ്പോൾ വെട്ടിക്കൊല്ലാൻ ശ്രമിക്കുകയായിരുന്നു. ഗുരുതരമായി പരുക്കേറ്റ അഭിലാഷ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. ആക്രമണത്തിന് ശേഷം ഓടി രക്ഷപ്പെട്ട രാജേഷിനെ നാട്ടുകാരും പോലീസും ചേർന്നാണ് പിടികൂടിയത്. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ: കഴിഞ്ഞ ദിവസം ഇവരുടെ വീടിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി 35,000 രൂപ നഗരസഭയിൽ നിന്ന് കിട്ടിയിരുന്നു. അമ്മയും മകനും കൂടി ചേർന്ന് വാങ്ങിയ പണം മകന്റെ കയ്യിലാണ് സൂക്ഷിച്ചിരുന്നത്. തികഞ്ഞ മദ്യപാനിയായ രാജേഷിനെ പണം കിട്ടിയ വിവരം അറിയിച്ചിരുന്നില്ല. ഇയാൾ മദ്യപിച്ചു തീർക്കുമെന്ന് പേടിച്ചാണ് അറിയിക്കാഞ്ഞതെന്ന് കുടുംബം പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. എന്നാൽ പണം ലഭിച്ച വിവരം എങ്ങനെയോ അറിഞ്ഞ രാജേഷ് വൈകിട്ട് വീട്ടിലെത്തി പണം ആവശ്യപ്പെട്ടു. മകൻ കൊടുക്കാൻ തയ്യാറാകാത്തത് വലിയ വഴക്കിലാണ് കലാശിച്ചത്. തുടർന്ന് പുറത്തുപോയ ശേഷം മദ്യലഹരിയിൽ തിരിച്ചെത്തിയ രാജേഷ് വീട്ടിലെ ഹാളിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന മകനെ വെട്ടുകയായിരുന്നു. മുഖത്തും കഴുത്തിലും കൈക്കും അഭിലാഷിന് വെട്ടേറ്റു. നിലവിളി കേട്ടാണ് ആളുകൾ ഓടിക്കൂടിയത്. അഭിലാഷിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ ശേഷം പോലീസും നാട്ടുകാരും ചേർന്ന് നടത്തിയ തെരച്ചിലിൽ ആറ്റുതീരത്തു നിന്ന് പ്രതിയെ പിടികൂടുകയായിരുന്നു. ഇയാൾ സ്ഥിരമായി അക്രമ സ്വഭാവം കാട്ടാറുണ്ടെന്ന് നാട്ടുകാർ പോലീസിന് മൊഴി നൽകി. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊട്ടാരക്കര. ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് പോലീസുകാർ രാവും പകലുമില്ലാതെ സേവനം ചെയ്യുന്നത്. എന്നാൽ ചില പോലീസുകാർ സേനയ്ക്ക് മുഴുവൻ ചീത്തപ്പേരുണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം കൊല്ലം പത്തനാപുരത്ത് നടന്നത്. ഡ്യൂട്ടിക്കിടെ പോലീസുകാർ മദ്യപിച്ചെന്നാരോപിച്ച് നാട്ടുകാർ വാഹനം തടഞ്ഞു. നാട്ടുകാർ പോലീസ് വാഹനം തടഞ്ഞ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുമുണ്ട്. എന്നാൽ മദ്യലഹരിയിലെത്തിയ സംഘം ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയതിനെ തുടർന്നുണ്ടായ തർക്കമെന്നാണ് വാഹനത്തിലുണ്ടായിരുന്ന SIയുടെ വിശദീകരണം. എന്തായാലും സംഭവത്തിൽ ഗ്രേഡ് SI സുമേഷ് ലാൽ, ഡ്രൈവർ മഹേഷ് എന്നിവരെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. രാത്രിയിൽ സ്ഥിരം നിരീക്ഷണത്തിനായി ഇറങ്ങിയ പോലീസ് ജീപ്പിന്റെ കറക്കത്തിൽ പന്തികേട് തോന്നിയ പ്രദേശവാസികൾ വാഹനം തടഞ്ഞു നിർത്തിയ ദൃശ്യങ്ങളാണിത്. പിന്നാലെ അരങ്ങേറിയത് നാടകീയമായ സംഭവങ്ങൾ. പോലീസുകാർ വിരട്ടി ഓടിക്കാനൊന്നും ശ്രമിക്കുന്നില്ല.
SIയുടെ പെരുമാറ്റത്തിലും സംശയം തോന്നി. വാഹനത്തിനുള്ളിൽ നിന്നും ആരും പുറത്തിറങ്ങാതെ ഇരുന്നതും സംശയമുണ്ടാക്കിയെന്ന് നാട്ടുകാർ പറയുന്നു. ഏപ്രിൽ 4 രാത്രി കൊല്ലം പത്തനാപുരത്താണ് സംഭവമുണ്ടായത്. രാത്രി പട്രോളിംഗ് നടത്തുകയായിരുന്ന പോലീസുകാരെയാണ് ഡ്യൂട്ടിക്കിടെ മദ്യപിച്ചെന്ന് ആരോപിച്ച് നാട്ടുകാർ തടഞ്ഞുവെച്ചത്. കൺട്രോൾ റൂം വാഹനത്തിലിരുന്ന SI ഉൾപ്പെടെയുള്ളവർ മദ്യപിച്ചെന്നാണ് ആരോപണം. നാട്ടുകാർ ആവശ്യപ്പെട്ടിട്ടും പോലീസുകാർ വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങിയില്ല. തടഞ്ഞ നാട്ടുകാരെ തട്ടി നീക്കിയാണ് പോലീസുകാർ വാഹനവുമായി സ്ഥലത്തു നിന്ന് പോയത്. എന്നാൽ മദ്യലഹരിയിലെത്തിയ സംഘം ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയതിനെ തുടർന്നുണ്ടായ തർക്കമെന്നാണ് വാഹനത്തിലുണ്ടായ SIയുടെ വിശദീകരണം. നാട്ടുകാർ പോലീസ് വാഹനം തടഞ്ഞ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലടക്കം പ്രചരിക്കുന്നുണ്ട്. ന്യൂസ് 18 കൊട്ടാരക്കര. മലപ്പുറത്ത് വീട്ടിലെ പ്രസവത്തിനിടെ യുവതി മരിച്ച സംഭവത്തിൽ ഭർത്താവ് സിറാജുദ്ദീൻ മാത്രമാണ് കുറ്റക്കാരൻ. ഇയാളെ സഹായിച്ചവരിലേക്കും പോലീസിന്റെ അന്വേഷണം നീങ്ങുന്നുണ്ട്. 4 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ ലഭിച്ച പ്രതിയെ തെളിവെടുപ്പിന് ശേഷം പോലീസ് വിശദമായി ചോദ്യം ചെയ്യുകയാണ്. കുറ്റകരമായ നരഹത്യ, തെളിവ് നശിപ്പിക്കൽ അടക്കമുള്ള വകുപ്പുകളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. വീട്ടിലെ പ്രസവം പ്രോത്സാഹിപ്പിക്കുന്ന നവമാധ്യമ ഗ്രൂപ്പുകളും പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. പെരുമ്പാവൂർ സ്വദേശിനി അസ്മ കൃത്യസമയത്ത് ചികിത്സ കിട്ടാതെ അമിത രക്തസ്രാവം കാരണമാണ് മരിച്ചതെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ അസ്മയുടെ ഭർത്താവ് സിറാജുദ്ദീനെ മലപ്പുറം പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇയാൾക്കെതിരെ കുറ്റകരമായ നരഹത്യ, തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങൾക്കുള്ള വകുപ്പുകൾ ചുമത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് അമൗണ്ടിംഗ് ടു മർഡർ, അതിൻ്റെ വകുപ്പ് പ്രകാരവും കൂടാതെ ഇതിനെ തുടർന്നുള്ള തെളിവ് നശിപ്പിക്കലിൻ്റെ ഭാഗമായിട്ടുള്ള ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ, ഈ ബോഡി തന്നെ പെരുമ്പാവൂർ കൊണ്ടുപോയി മറ്റ് കാര്യങ്ങളും ചെയ്തിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ 2 വകുപ്പുകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കാനുള്ള നടപടികളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ സപ്പോർട്ട് ആർക്കെങ്കിലുമൊക്കെ നൽകിയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് അന്വേഷണം കൃത്യമായിട്ട് പോകും. ഇതിനു മുൻപ് അസ്മയുടെ 2 പ്രസവങ്ങൾ ആലപ്പുഴയിലെ വീട്ടിൽ വെച്ചായിരുന്നു. പ്രദേശത്തെ ആശാവർക്കർമാരും ആരോഗ്യ പ്രവർത്തകരും ഇത് വിവാദമാക്കിയതോടെയാണ് ഇയാൾ മലപ്പുറത്തേക്ക് താമസം മാറ്റിയത്. അസ്മയുടെ മരണശേഷം സുഹൃത്തുക്കളുടെ സഹായത്തോടെ ആംബുലൻസ് വിളിച്ച് മൃതദേഹം പെരുമ്പാവൂരിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ശ്വാസം മുട്ടൽ കാരണം മരിച്ച വയോധികയുടെ മൃതദേഹം കൊണ്ടുപോകാനാണെന്ന് പറഞ്ഞാണ് തന്നെ വിളിച്ചതെന്ന് ആംബുലൻസ് ഡ്രൈവർ അനിൽ വെളിപ്പെടുത്തി. നമുക്ക് കോൾ വന്നപ്പോൾ ഇങ്ങനെ ബോഡി ആയിരുന്നു അവിടത്തേക്ക് കൊണ്ടുപോകാണ്ടെന്ന് പറഞ്ഞത്. പ്രായമായ സ്ത്രീയാണ്, ശ്വാസം മുട്ടി മരിച്ചതാണെന്ന് പറഞ്ഞു. നമ്മൾ കാണുന്നത് ഈ ബോഡി കട്ടിലേക്ക് കിടക്കുന്നു, തുണിയിൽ പൊതിഞ്ഞ് പായലും പൊതിഞ്ഞിട്ട് ബോഡി കിടക്കുന്നതാണ് കണ്ടത്. അവിടെ ഏകദേശം ഒരു 3-4 സ്ത്രീകളും 3-4 പുരുഷന്മാരും 2-3 പിള്ളേരും ഒക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. ബോഡി ഇതേ രീതിയിൽ കട്ടിലെ കിടക്കുന്നതായിരുന്നു കണ്ടത്. നമ്മളോട് പറഞ്ഞത് പ്രായം ചെന്ന സ്ത്രീയാണ് ശ്വാസം മുട്ടി മരിച്ചത്. നമുക്ക് മുഖം കാണാൻ പറ്റുന്നില്ലല്ലോ, പാക്ക് ചെയ്ത് ഇതായിരുന്നു. അപ്പം പിന്നെ നമുക്ക് മുഖം തുറന്ന് നോക്കാൻ എന്തായാലും പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ആയിരുന്നു അവർക്ക് ചെന്ന് കഴിയുമ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത്. 7ാം ക്ലാസ് വരെ മാത്രം സ്കൂൾ വിദ്യാഭ്യാസവും മദ്രസ വിദ്യാഭ്യാസവുമുള്ള സിറാജുദ്ദീൻ യൂട്യൂബ് വഴി മതപരമായ കാര്യങ്ങളും അശാസ്ത്രീയ ചികിത്സയും ആത്മീയ അന്ധവിശ്വാസങ്ങളും പ്രചരിപ്പിച്ചിരുന്നതായി പോലീസ് പറയുന്നു. ഇത്തരം കാര്യങ്ങൾ പങ്കുവച്ചിരുന്ന ഗ്രൂപ്പുകളെക്കുറിച്ചും സംഘങ്ങളെക്കുറിച്ചും പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ന്യൂസ് 18 മലപ്പുറം. ആധുനിക ചികിത്സാ രീതികളെ വെല്ലുവിളിച്ച് വീടുകൾക്കുള്ളിൽ പ്രസവം നടത്തുന്നത് ഒറ്റപ്പെട്ട സംഭവമല്ല. വിശ്വാസത്തിൻ്റെ പേരിൽ സ്ത്രീകളെ കൊലയ്ക്ക് കൊടുക്കുന്ന ഇത്തരം പ്രവണത വർദ്ധിക്കുന്നതായാണ് കണക്കുകൾ. കഴിഞ്ഞ 5 വർഷത്തിനിടെ 2931 വീട്ടുപ്രസവങ്ങളാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തത്. ഇതിൽ മലപ്പുറം ജില്ലയിൽ മാത്രം 1337 പേർ വീടുകൾക്കുള്ളിൽ പ്രസവിച്ചു. വൈദ്യശാസ്ത്രത്തോടും മരുന്നുകളോടും വിമുഖത കാണിച്ചുകൊണ്ടുള്ള രീതികൾ കാരണം സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും ജീവനും ആരോഗ്യവും അപകടത്തിലാവുകയാണ്.
സംസ്ഥാനത്താകമാനം നടക്കുന്ന വീട്ടുപ്രസവങ്ങളുടെ കണക്കുകൾ അന്വേഷിച്ചപ്പോൾ കിട്ടിയത് ഞെട്ടിക്കുന്ന സംഖ്യയാണ്. 2019 മുതൽ 2024 സെപ്റ്റംബർ വരെ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തത് 2931 വീട്ടുപ്രസവങ്ങൾ. ഇതിൽ 2023-24 വർഷത്തിൽ മാത്രം 523 പ്രസവങ്ങൾ നടന്നു. ഏറ്റവും കൂടുതൽ വീട്ടുപ്രസവങ്ങൾ നടന്നത് മലപ്പുറം ജില്ലയിലാണ്, 1337 എണ്ണം. വിവരാവകാശ രേഖകൾ പ്രകാരം 2019-20 467 പ്രസവങ്ങളും 2020-21 576, 2021-22 586, 2022-23 579, 2023-24 523, 2024 ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെ 200 എന്നിങ്ങനെയാണ് വീട്ടുപ്രസവങ്ങളുടെ കണക്കുകൾ. ഏറ്റവും കുറവ് കോട്ടയം ജില്ലയിലാണ്, 42 എണ്ണം. 2024 ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെയുള്ള 6 മാസക്കാലത്ത് വിവിധ ജില്ലകളിൽ നടന്ന വീട്ടുപ്രസവങ്ങൾ ഇപ്രകാരമാണ്: തിരുവനന്തപുരത്ത് 8 പ്രസവങ്ങൾ, കൊല്ലത്ത് 7, പത്തനംതിട്ടയിൽ 1, ആലപ്പുഴയിൽ 6, കോട്ടയത്ത് 3, ഇടുക്കിയിൽ 12, എറണാകുളത്ത് 14, തൃശൂരിൽ 6, പാലക്കാട് 3, മലപ്പുറത്ത് 93, കോഴിക്കോട് 11, വയനാട് 15, കണ്ണൂരിൽ 12, കാസർഗോഡ് 9 എന്നിങ്ങനെയാണ് കണക്കുകൾ. ഇത്തരം പ്രസവങ്ങൾ അമ്മയ്ക്കും കുഞ്ഞിനും ഒരുപോലെ അപകടകരമാണെങ്കിലും ആരോഗ്യവകുപ്പ് നടത്തിവരുന്ന ബോധവൽക്കരണങ്ങൾ ഫലം ചെയ്യുന്നില്ലെന്നാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത്. വീട്ടുപ്രസവങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന പ്രത്യേക സംഘങ്ങളെക്കുറിച്ചും ആരോഗ്യവകുപ്പ് അന്വേഷിച്ചു വരുന്നുണ്ട്. ആജ്ഞ രവീന്ദ്രൻ, ന്യൂസ് 18, കൊച്ചി. കേരളത്തിൽ ഏറെ കോളിളക്കം സൃഷ്ടിച്ചതാണ് തൃശൂർ നാട്ടിക ദീപക് കൊലക്കേസ്. BJP വിട്ട് മറ്റൊരു പാർട്ടിയിൽ ചേർന്നതിൻ്റെ വിരോധത്തിലാണ് 2015 മാർച്ച് 24 JDU പ്രവർത്തകൻ ദീപകിനെ സംഘം ചേർന്ന് കൊലപ്പെടുത്തിയത്. ആ കേസിൽ 10 വർഷത്തിന് ശേഷം 5 BJP RSS പ്രവർത്തകർക്ക് ജീവപര്യന്തം കഠിന തടവ് ശിക്ഷ. പ്രതികൾ 1 ലക്ഷം രൂപ വീതം പിഴയും ഒടുക്കണമെന്ന് ഹൈക്കോടതി വിധിച്ചു. വിചാരണ കോടതി വെറുതെ വിട്ട പ്രതികളെയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ശിക്ഷിച്ചത്. കേസിലെ 10 പ്രതികളെയും നേരത്തെ വിചാരണ കോടതി വെറുതെ വിട്ടിരുന്നു. ഈ വിധിക്കെതിരെ സർക്കാരും കൊല്ലപ്പെട്ട ദീപകിൻ്റെ കുടുംബവും സമർപ്പിച്ച അപ്പീലുകളിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. കേസിലെ 1 മുതൽ 5 വരെ പ്രതികളായ പെരിങ്ങോട്ടുകര സ്വദേശി MS ഋഷികേശ്, പടിയം കൂട്ടാല KU നിജിൻ, തെക്കേക്കര ദേശത്ത് KP പ്രശാന്ത്, പൂക്കോട് പ്ലാക്കിൻ രശാന്ത്, താന്യം വാലപ്പറമ്പിൽ VP ബ്രഷ്നേവ് എന്നിവരെയാണ് ഹൈക്കോടതി ശിക്ഷിച്ചത്. ജീവപര്യന്തം കഠിന തടവും 1 ലക്ഷം രൂപ വീതം പിഴയടക്കാനുമാണ് ശിക്ഷ. ഇവർക്കെതിരെ കൊലക്കുറ്റം നിലനിൽക്കുമെന്ന് ഡിവിഷൻ ബെഞ്ച് നേരത്തെ കണ്ടെത്തിയിരുന്നു. പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യാൻ നിർദ്ദേശം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ 3 പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയിരുന്നു. 2 പേർ വിദേശത്താണ്. കേസിലെ 10 പ്രതികളെയും വെറുതെ വിട്ട തൃശൂർ അഡീഷണൽ സെക്ഷൻ കോടതി ഉത്തരവിനെതിരെ സർക്കാരും ദീപകിന്റെ ഭാര്യ വർഷയുമാണ് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയത്. മുഖംമൂടി ധരിച്ച് നടത്തിയ ആക്രമണമായിരുന്നതിനാൽ യഥാർത്ഥ പ്രതികളാരെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്ന് വിലയിരുത്തിയാണ് വിചാരണ കോടതി പ്രതികളെ വെറുതെ വിട്ടത്. എന്നാൽ തെളിവുകൾ ശരിയായി പരിശോധിക്കാതെയും അനാവശ്യമായ കാര്യങ്ങൾ പരിശോധിച്ചുമാണ് പ്രതികളെ കുറ്റവിമുക്തരാക്കിയതെന്ന് ഡിവിഷൻ ബെഞ്ച് വിലയിരുത്തി. 6 മുതൽ 10 വരെയുള്ള പ്രതികൾക്കെതിരെ അക്രമത്തിന് പ്രേരിപ്പിച്ചു, തെളിവ് നശിപ്പിച്ചു തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയിരുന്നത്. ഇവരെ കുറ്റവിമുക്തരാക്കിയത് ഡിവിഷൻ ബെഞ്ച് ശരിവെച്ചു. 2015 മാർച്ച് 25 രാത്രി തൃശൂർ പഴുവിൽ വെച്ചാണ് ദീപക് കൊല്ലപ്പെട്ടത്. സംഭവം നടക്കുമ്പോൾ ജനതാദൾ U നാട്ടിക നിയോജക മണ്ഡലം പ്രസിഡന്റായിരുന്നു. റേഷൻ കട ഉണ്ടായിരുന്ന ദീപക് കടയടക്കാൻ ശ്രമിക്കുന്നതിനിടെ വാഹനത്തിലെത്തിയ പ്രതികൾ കുത്തിയും വെട്ടിയും കൊല്ലുകയായിരുന്നു. BJP പ്രവർത്തകനായിരുന്ന ദീപക് പാർട്ടി വിട്ടതിലുള്ള വൈരാഗ്യമാണ് കൊലയിൽ കലാശിച്ചത്. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡർ SU നാസർ കോടതിയിൽ ഹാജരായി. പ്രതികളിൽ നിന്നും ഈടാക്കുന്ന പിഴത്തുക കൊല്ലപ്പെട്ട ദീപകിന്റെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരമായി നൽകണമെന്ന് ഉത്തരവിട്ടു. ന്യൂസ് 18, കൊച്ചി. തൊടുപുഴയിലെ കൊട്ടേഷൻ കൊലപാതകത്തിൽ മുഖ്യപ്രതി ജോമോന്റെ ഭാര്യയും കേസിൽ കുടുങ്ങുമോ? കൊല്ലപ്പെട്ട ബിജുവിന്റെ മൃതദേഹം
ജോമോന്റെ വീട്ടിലെത്തിച്ചപ്പോൾ ഭാര്യയും ഒപ്പമുണ്ടായിരുന്നുവെന്ന് പ്രതികൾ മൊഴി നൽകിയതോടെ അവരെ പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ട്. കൊലപാതകത്തിനോ തെളിവ് നശിപ്പിക്കാനോ കൂട്ടുനിന്നു എന്ന് തെളിഞ്ഞാൽ ജോമോന്റെ ഭാര്യയെയും പ്രതി ചേർക്കാനാണ് പോലീസിന്റെ നീക്കം. അതിനിടെ കേസിലെ പ്രതികളായ 3 പേരെയും പോലീസ് വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുണ്ട്. തൊടുപുഴയിൽ നടന്ന കൊട്ടേഷൻ കൊലപാതകത്തിൽ 1-ാം പ്രതി ജോമോന്റെ ഭാര്യയുടെ പങ്ക് അന്വേഷിക്കുന്നതിനായാണ് പോലീസ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇവരെ വിളിച്ചുവരുത്തി മൊഴി രേഖപ്പെടുത്താനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. തുടർന്ന് ആവശ്യമെങ്കിൽ അറസ്റ്റ് രേഖപ്പെടുത്തും. എന്നാൽ ജോമോന്റെ ഭാര്യ വീട്ടിലില്ലെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ബിജുവിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ ശേഷം ജോമോന്റെ വീട്ടിലെത്തിച്ചിരുന്നു. ഈ സമയം ജോമോന്റെ ഭാര്യ ഒപ്പമുണ്ടായിരുന്നുവെന്ന് മറ്റ് പ്രതികൾ പോലീസിന് മൊഴി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നോട്ടീസ് നൽകി ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നത്. അതേസമയം പ്രതികളായ ജോമോൻ, മുഹമ്മദ് അസ്ലം, ജോമിൻ എന്നിവരെ അന്വേഷണ സംഘം വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി. 5 ദിവസത്തേക്കാണ് കസ്റ്റഡി കാലാവധി. എറണാകുളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇവരെ തെളിവെടുപ്പിന് കൊണ്ടുപോകും. കൊലപാതക ശേഷം ദൃശ്യം 4 നടപ്പാക്കിയെന്ന ജോമോൻ സുഹൃത്തുക്കളെ വിളിച്ചു പറഞ്ഞ കോൾ റെക്കോർഡ് സംബന്ധിച്ചും വരും ദിവസങ്ങളിൽ പോലീസ് ശാസ്ത്രീയ അന്വേഷണം നടത്തും. ജോമോന്റെ ഭാര്യയുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയാകുന്നതോടെയാകും പ്രതിപട്ടികയിൽ ഇവരെ ഉൾപ്പെടുത്തുക. തെളിവ് നശിപ്പിക്കൽ ഉൾപ്പെടെയുള്ള കുറ്റങ്ങളും ജോമോന്റെ ഭാര്യയ്ക്കെതിരെ ചുമത്തിയേക്കും. ന്യൂസ് 18 തൊടുപുഴ. നിരീക്ഷണ ക്യാമറകൾ വ്യാപകമായത് കുറ്റകൃത്യങ്ങൾ കണ്ടെത്താൻ പോലീസിനേറെ സഹായകരമാണ്. അതുകൊണ്ട് തന്നെ കുറ്റവാളികളും ഭയക്കുന്നതും ഇത്തരം നിരീക്ഷണ ക്യാമറകളെയാണ്. കൊല്ലം കണ്ണനല്ലൂരിൽ വൃദ്ധ ദമ്പതികളെ ക്രൂരമായി മർദ്ദിച്ചത് വീട്ടിലെ നിരീക്ഷണ ക്യാമറകൾ റോഡിലേക്ക് തിരിച്ചു വെച്ചതിനാണ്. മർദ്ദനമേറ്റ വയോധികയുടെ പരാതിയിൽ പ്രതി ഷാനവാസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. താൻ മദ്യപിക്കാൻ പോകുന്നത് കാണാനാണ് ക്യാമറ വെച്ചതെന്ന് കരുതിയാണ് ആക്രമണം നടത്തിയതെന്ന് പ്രതി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. കൊല്ലം കണ്ണനല്ലൂർ സ്വദേശി 37 വയസ്സുള്ള ഷാനവാസിനെയാണ് പോലീസ് പിടികൂടിയത്. ഷാനവാസിന്റെ അയൽവാസിയായ വയോധിക അടുത്ത വീട്ടിൽ CCTV ക്യാമറകൾ സ്ഥാപിച്ചിരുന്നു. ഇതിൽ ഒരു ക്യാമറ വീടിന്റെ മുൻവശത്തുള്ള റോഡിലെ ദൃശ്യങ്ങൾ പതിയുന്ന രീതിയിലാണ് സ്ഥാപിച്ചത്. പുരയിടത്തിലേക്ക് ആരെങ്കിലും അതിക്രമിച്ച് കയറുന്നുണ്ടോ എന്ന് അറിയുന്നതിനായാണ് ഈ ക്യാമറ സ്ഥാപിച്ചത്. കഴിഞ്ഞ ദിവസം പരാതിക്കാരിയുടെ വീട്ടിലെത്തിയ ഷാനവാസ ക്യാമറ എന്തിനാണ് റോഡിലേക്ക് തിരിച്ചു വച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചുകൊണ്ടാണ് ആക്രമണം നടത്തിയത്. ക്യാമറ തല്ലി തകർക്കുകയും ചെയ്തു. തുടർന്ന് അസഭ്യം പറഞ്ഞെന്നും കഴുത്തിന് കുത്തിപ്പിടിച്ച് തള്ളി താഴെയിട്ടെന്നും പരാതിയിൽ പറയുന്നു. നിലവിളി കേട്ട് ഓടിയെത്തിയ വയോധികയുടെ ഭർത്താവിനെയും ഇയാൾ ക്രൂരമായി മർദ്ദിച്ചു. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് കണ്ണനല്ലൂർ പോലീസ് സ്ഥലത്തെത്തി പ്രതിയെ പിടികൂടി. ഷാനവാസ് മദ്യവയ്ക്കാൻ പോകുന്നതും വരുന്നതും കാണുന്നതിന് വേണ്ടിയാണ് ക്യാമറ സ്ഥാപിച്ചതെന്ന് കരുതിയാണ് ആക്രമണമെന്ന് ഇയാൾ മൊഴി നൽകി. വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ പ്രതിക്കെതിരെ ചുമത്തി. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊട്ടാരക്കര. പ്രമുഖ യുക്തിവാദിയും എഴുത്തുകാരനുമായ സനൽ ഇടമറുക് പോളണ്ടിൽ അറസ്റ്റിലായത് കേരളത്തിനും വലിയ ചർച്ചയായിരിക്കുകയാണ്. ഫിൻലൻഡിൽ സ്ഥിരതാമസക്കാരനായ സനലിനെ മനുഷ്യാവകാശ സംരക്ഷണ രാജ്യാന്തര സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തിയപ്പോഴാണ് പോളണ്ടിൽ വെച്ച് പിടികൂടിയത്. മലയാളി യുവതിയിൽ നിന്ന് പണം വാങ്ങി വഞ്ചിച്ച കേസിലാണ് നടപടി. 2020 വിസ തട്ടിപ്പ് കേസിൽ സനലിനെതിരെ ഇന്റർപോൾ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. നേരത്തെ മതനിന്ദ കുറ്റമാരോപിച്ച് കേസെടുത്തതിന് പിന്നാലെയാണ് സനൽ രാജ്യം വിട്ടത്. മനുഷ്യാവകാശ സംരക്ഷണ രാജ്യാന്തര സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തിയ സനലിനെ പോളണ്ടിൽ വെച്ചാണ് അറസ്റ്റ് ചെയ്തത്.
ഫിൻലൻഡിൽ സ്ഥിരതാമസക്കാരനായ സനൽ ഇടമറുകിനെ മാർച്ച് 28-ാം തീയതി കസ്റ്റഡിയിലെടുത്തെന്നാണ് വിവരം. സനൽ ഇടമറുക് അറസ്റ്റിലായതായി ഫിൻലൻഡിലെ വിദേശകാര്യ മന്ത്രാലയവും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ നിർദ്ദേശപ്രകാരം ഇന്റർപോൾ പുറപ്പെടുവിച്ച റെഡ് കോർണർ നോട്ടീസിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ്. 2012-ൽ സനൽ ഇടമറുകിനെതിരെ മതനിന്ദയ്ക്ക് കേസെടുത്തിരുന്നു. ഇതിനു പിന്നാലെയാണ് സനൽ ഫിൻലാൻഡിലേക്ക് പോയത്. ദീർഘകാലമായി ഫിൻലാൻഡിൽ തുടരുകയായിരുന്നു സനൽ. 2018-ൽ ആലപ്പുഴ സ്വദേശിനിക്ക് വിസ നൽകാമെന്ന് പറഞ്ഞ് 15 ലക്ഷം രൂപ തട്ടിയ കേസിലും സനൽ പ്രതിയായി. ഈ യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് സനലിനെതിരെ 2020-ൽ ഇന്റർപോൾ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചത്. അറസ്റ്റിലായ പ്രതിയെ വിട്ടുകിട്ടാനുള്ള നടപടികൾ ഇന്ത്യ ആരംഭിച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നു. ൽ മുംബൈ പാർലയിലെ കത്തോലിക്ക പള്ളിയിൽ ക്രിസ്തുവിന്റെ പ്രതിമയിൽ നിന്ന് വെള്ളം ഇറ്റു വീഴുന്നതായുള്ള പ്രചരണത്തിന് പിന്നാലെയാണ് സനൽ ഇടമറുകിനെതിരെ കേസുകൾ വന്നത്. ക്രിസ്തുവിന്റെ പ്രതിമയിൽ നിന്നുള്ള വെള്ളം മലിനജലമാണെന്ന് സ്ഥലം സന്ദർശിച്ച ശേഷം സനൽ ഇടമറുക് ആരോപിച്ചു. ഇതോടെ വിശ്വാസികൾ അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞു. വിവിധയിടങ്ങളിലായി മതനിന്ദ ആരോപിച്ച് അദ്ദേഹത്തിനെതിരെ കേസുകൾ രജിസ്റ്റർ ചെയ്തു. കത്തോലിക്ക സഭയ്ക്കെതിരെ പറഞ്ഞ കാര്യങ്ങൾ പിൻവലിച്ച് മാപ്പ് പറഞ്ഞാൽ പ്രശ്നം അവസാനിപ്പിക്കാമെന്ന് അറിയിച്ചെങ്കിലും അദ്ദേഹം മാപ്പ് പറയാൻ തയ്യാറായില്ല. തുടർന്ന് 3 മാസത്തോളം പല സ്ഥലങ്ങളിലായി ഒളിവിൽ കഴിഞ്ഞ ശേഷമാണ് സനൽ ഫിൻലൻഡിലേക്ക് കടന്നത്. പിന്നീട് ഫിൻലൻഡിൽ സ്ഥിരതാമസമാക്കുകയായിരുന്നു. സനലിനെ വൈകാതെ ഇന്ത്യക്ക് കൈമാറിയേക്കും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. പോലീസ് പട്രോളിന് പോകുന്നത് മലപ്പുറം വളാഞ്ചേരിയിലേക്കാണ്. വളാഞ്ചേരിയിൽ കടയിൽ നിന്ന് മൊബൈൽ ഫോണുകൾ മോഷ്ടിച്ച കേസിൽ പ്രതി പിടിയിൽ. ബംഗാൾ സ്വദേശി മസൂം ഷെയ്ഖിനെയാണ് വളാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. വളാഞ്ചേരി പെരിന്തൽമണ്ണ റോഡിൽ ബ്രദേഴ്സ് ഒപ്റ്റിക്കൽസ് ആൻഡ് മൊബൈൽ ഷോറൂമിലാണ് തിങ്കളാഴ്ച പുലർച്ചെ മോഷണം നടന്നത്. 3 ലക്ഷം രൂപ വില മതിക്കുന്ന സ്മാർട്ട് ഫോണുകൾ, ഇയർബഡ്സ് തുടങ്ങിയവയാണ് മോഷണം പോയത്. സംഭവത്തിൽ വെസ്റ്റ് ബംഗാൾ സ്വദേശി മസൂം ഷെയ്ഖിനെയാണ് വളാഞ്ചേരി പോലീസ് പിടികൂടിയത്. മുൻപ് ബസ് സ്റ്റാൻഡിലെ ഒരു സ്ഥാപനത്തിൽ മോഷണം നടത്തിയ കേസിൽ ജാമ്യത്തിലിറങ്ങിയതായിരുന്നു ഇയാൾ. ഷട്ടറിന്റെ പൂട്ട് കട്ടർ ഉപയോഗിച്ച് അറുത്തുമാറ്റിയാണ് മോഷ്ടാവ് അകത്ത് പ്രവേശിച്ചത്. CCTV ദൃശ്യങ്ങളിൽ മണിക്കൂറുകളോളം മോഷ്ടാവ് കടയ്ക്കുള്ളിൽ ഉണ്ടായിരുന്നുവെന്ന് വ്യക്തമായിരുന്നു. CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. ന്യൂസ് 18 തിരൂർ. പാലക്കാട് വീണ്ടും കാറിൽ യുവാക്കളുടെ സാഹസിക യാത്ര. കാറിൻ്റെ ഡോറിലിരുന്ന് ചീറിപ്പാഞ്ഞ് യാത്ര ചെയ്യുന്ന യുവാക്കളുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ 7 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പിടിയിലായവരിൽ 4 പേർ പ്രായപൂർത്തിയാകാത്തവരാണ്. യുവാക്കളുടെ സാഹസിക യാത്രയുടെ ദൃശ്യങ്ങൾ മറ്റു വാഹനങ്ങളിൽ സഞ്ചരിച്ചവരാണ് മൊബൈലിൽ പകർത്തി പോലീസിന് കൈമാറിയത്. പാലക്കാട് കോയമ്പത്തൂർ ദേശീയപാതയിൽ കഞ്ചിക്കോട് കുരുടിക്കാടായിരുന്നു സംഭവം. കാറിന്റെ ഡോറിൽ യുവാക്കൾ കയറിയിരുന്ന് ആർപ്പു വിളിക്കുകയും കാർ അമിത വേഗതയിൽ ഓടിക്കുകയുമായിരുന്നു. KL 09 AS 0460 എന്ന വാഹനത്തിലായിരുന്നു യുവാക്കളുടെ സാഹസിക യാത്ര. മറ്റു യാത്രക്കാരാണ് യുവാക്കളുടെ അപകടയാത്രയുടെ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് പോലീസിന് കൈമാറിയത്. സംഭവത്തിൽ 7 പേരെ കസബ പോലീസ് അറസ്റ്റ് ചെയ്തു. കൽപ്പാത്തി കുന്നുംപുറം സ്വദേശികളായ മുഹമ്മദ് സ്വാലിഹ്, ഷമീർ, പ്രായപൂർത്തിയാകാത്ത 4 വിദ്യാർത്ഥികൾ എന്നിവരാണ് അറസ്റ്റിലായത്. സംഭവത്തിൽ വാഹനത്തിന്റെ ഉടമയായ തിരുനെല്ലായി സ്വദേശിക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ച സ്വാലിഹിന്റെ ലൈസൻസ് റദ്ദാക്കാൻ കസബ പോലീസ് RTOക്ക് ശുപാർശ നൽകി. മൂന്നാറിലും കഴിഞ്ഞ ദിവസങ്ങളിൽ സമാന രീതിയിൽ യുവാക്കൾ അപകടയാത്ര നടത്തിയിരുന്നു.
ന്യൂസ് 18 പാലക്കാട്. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. ചന്ദ്രബോസ് വധക്കേസിൽ പ്രതി മുഹമ്മദ് നിഷാമിന് 15 ദിവസത്തെ പരോൾ. ഹൈക്കോടതി ഉത്തരവ് സർക്കാരിന്റെ എതിർപ്പ് തള്ളിക്കൊണ്ട്. ബൈക്കിലെത്തിയ സംഘം പാറശാല കരിക്കൻമാട് SNDP ശാഖാ മന്ദിരത്തിന് സമീപമുള്ള കെട്ടിടത്തിന്റെ ജനാലച്ചില്ലുകൾ തകർത്തതായി പരാതി. ശാഖാ ഭാരവാഹികളുടെ പരാതിയിൽ കണ്ടലറിയാവുന്ന 10 പേർക്കെതിരെ കേസെടുത്തു. തിരുവനന്തപുരം കിസ്മത്ത് ഹോട്ടലിലെ കൊലപാതക ശ്രമത്തിൽ പ്രതികൾ അറസ്റ്റിൽ. അറസ്റ്റിലായത് കാരോട് സ്വദേശികളായ ആദർശ്, അമിത് കുമാർ എന്നിവർ. കൊട്ടാരക്കര മാർക്കറ്റ് ജംഗ്ഷനിലെ ATM കൗണ്ടറിൽ മോഷണ ശ്രമം. CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. പത്തനംതിട്ട ചിറ്റാറിൽ പോലീസ് ഉദ്യോഗസ്ഥൻ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ. തിരുവല്ല ട്രാഫിക് യൂണിറ്റിലെ സിവിൽ പോലീസ് ഓഫീസർ RR രതീഷാണ് മരിച്ചത്. മലപ്പുറം പൊന്നാനിയിൽ വീട് ജപ്തി ചെയ്തതിന് പിന്നാലെ വൃദ്ധ മരിച്ചു. പുതിയിരുത്ത് സ്വദേശി 85-കാരിയായ മാമി മരിച്ചത് ബാങ്കിന്റെ നടപടി മൂലമുള്ള മനോവിഷമത്താലെന്ന് പരാതി. കോഴിക്കോട് മുക്കത്ത് ഇതര സംസ്ഥാന തൊഴിലാളികളിൽ നിന്നും 1.5 കിലോയോളം കഞ്ചാവ് പിടിച്ചു. ബംഗാൾ സ്വദേശി മെഗാ ഹസൻ അലി എക്സൈസ് കസ്റ്റഡിയിൽ. തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ 258 ഗ്രാം ബ്രൗൺ ഷുഗറുമായി 3 പേർ പിടിയിൽ. പിടിയിലായത് തലശ്ശേരി സ്വദേശികളായ EA ഷുഹൈബ്, A നാസർ, മുഹമ്മദ് അക്രം എന്നിവർ. പ്രമുഖ സോഫ്റ്റ്വെയർ കമ്പനിയായ റിപ്ലിംഗിന്റെ സഹസ്ഥാപകൻ പ്രസന്ന ശങ്കറിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ഭാര്യ പ്രസന്ന ശങ്കർ ലൈംഗിക വൈകൃതമുള്ളയാളാണെന്ന് ഭാര്യ ദിവ്യ ശശിധർ. മകനെ തട്ടിക്കൊണ്ടുപോയെന്ന് കള്ളപ്പരാതി നൽകി. ഭാര്യയും ചെന്നൈ പോലീസും വേട്ടയാടുകയാണെന്ന് പ്രസന്ന ശങ്കർ ആരോപിച്ചതിന് പിന്നാലെയാണ് ഭാര്യ രംഗത്തെത്തിയത്. നാട്ടുകാർക്കും പോലീസിനും തലവേദന സൃഷ്ടിക്കുന്ന ചില ക്രിമിനൽ സംഘങ്ങളുണ്ട്. വീട്ടിലും നാട്ടിലും മാത്രമല്ല, പോലീസ് സ്റ്റേഷനിലും അക്രമം കാട്ടുന്നവർ. അങ്ങനെയുള്ളവരെ പിടിച്ച് ജയിലിനടച്ചാലെങ്കിലും നന്നാകുമോ? എറണാകുളം കരിമുകൾ സ്വദേശികളായ അജിത്തും സഹോദരൻ അഖിലും നാട്ടിലുണ്ടാക്കിയ പുകില് ചെറുതൊന്നുമല്ല. മോഷണവും പിടിച്ചുപറിയും അക്രമവുമൊക്കെയായി നാട്ടിൽ ഭീതി വിതച്ചു. അങ്ങനെയാണ് ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ അമ്പലമേട് പോലീസ് 2 പേരെയും അറസ്റ്റ് ചെയ്ത് ജയിലിനടച്ചത്. എന്നാൽ ജയിലിലും അതിക്രമം കാട്ടുന്ന സഹോദരങ്ങൾ ഒടുവിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറെ ക്രൂരമായി മർദ്ദിച്ചു. കാക്കനാട് ജില്ലാ ജയിലിലാണ് റിമാൻഡ് തടവുകാർ പരാക്രമം കാട്ടിയത്. ഇവർ ജയിലിൽ ഇങ്ങനെയാണെങ്കിൽ പുറത്തിറങ്ങിയാലുള്ള അവസ്ഥ എന്തായിരിക്കും? ഇതുപോലെ തലയ്ക്ക് വെളിവില്ലാത്ത അക്രമം വിതയ്ക്കുന്നവരെ ഇനി വെറുതെ വിടരുത്. ഇതോടെ ഇന്നത്തെ പോലീസ് പെട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.